സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ചെറുതോണിയിൽ പരിപാടി നടക്കാൻ പോകുന്നത്. ഷോയ്ക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വേടനൊപ്പം സർക്കാരും പൊതുജനങ്ങളും ഉണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. ഇടുക്കിയിലെ പരിപാടിയോടുകൂടി വേടന് പുതിയ മുഖം ലഭിക്കും. തെറ്റേറ്റു പറയാനുള്ള മനസ്സാണ് വേടനെ വ്യത്യസ്തനാക്കിയതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തെറ്റ് സമ്മതിക്കാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടി വലിയ ഒന്നുമില്ല. അദ്ദേഹം പൂർണ്ണനാണെന്ന് അദ്ദേഹം സമ്മതിക്കലല്ല. എൻ്റെ ഉള്ള അപൂർണത എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സമൂഹ മധ്യത്തിൽ തുറന്നു പറഞ്ഞതോടുകൂടി ലോകം മുഴുവൻ അദ്ദേഹത്തോടൊപ്പമായി. തീർച്ചയായിട്ടും നമുക്കത് ആസ്വദിക്കാം. അദ്ദേഹത്തിൻ്റെയും അത്തരം കാര്യങ്ങളിലുള്ള കലാസ്നേഹികളെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും സാമ്പത്തിക രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്തോട്ട് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും റാപ്പർ വേടൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ കലാസന്ധ്യയോടുകൂടി കേരളം വീണ്ടും ഒരു പുതുമുഖത്തെ തുറക്കുന്ന സ്ഥിതിയായിരിക്കും കാണാൻ കഴിയുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ കഞ്ചാവ് കേസ് പിന്നീട് വനംവകുപ്പിൻ്റെ നീക്കങ്ങൾ, അത് വേടനെ വേട്ടയാടാൻ വനംവകുപ്പ് ശ്രമം നടത്തുന്നു എന്ന വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന പശ്ചാത്തലം, ഇതിനൊക്കെ പിന്നാലെ നേരത്തെ ഒഴിവാക്കിയെങ്കിലും സർക്കാരിൻ്റെ പരിപാടിയിൽ വീണ്ടും വേടൻ ഇടം പിടിക്കുകയാണ്. അല്പസമയത്തിനകം പരിപാടി നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. 8000 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ, ഈ സ്ഥലപരിമിതി കാരണം പങ്കെടുക്കാൻ അവസരമുള്ളത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസ് എന്തൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നു? പുതിയ വിവരങ്ങൾ എന്താണ് രാഹുൽ വിജയൻ? രജിത്ത്, വേടന്റെ പരിപാടി നടക്കാൻ ഇനിയും 1 മണിക്കൂർ കൂടി താമസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 7 മണിക്ക് ഈ പരിപാടി തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് ആളുകളൊക്കെ നേരത്തെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിലൊന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഈ കൊള്ളുന്നതിന്റെ പരമാവധി ആളുകൾ വേടന്റെ ഈ പരിപാടി ശ്രമിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയും സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനമാണ് ഇടുക്കിയിൽ നടക്കാനുള്ളത്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വേടന്റെ പരിപാടി ഉണ്ടാവുക. വേടന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ്, ശ്രോതാക്കളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ആവേശത്തോടുകൂടി വേടൻ എപ്പം എത്തും, വേടന് പിന്തുണ എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന. വലിയ തരത്തിൽ ആവേശമുണ്ട്. മാത്രമല്ല, പോലീസ് കണക്ക് കൂട്ടുന്നതിനനുസരിച്ചുള്ള ആളുകളായിരിക്കും ഇവിടെ എത്തുക എന്നുള്ളൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ സംഘാടക സമിതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഈ ബാരിക്കേഡുകൾ പോരാ, ഈ ബാരിക്കേഡുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മറികടക്കാനുള്ള സാധ്യതയുണ്ട്, അത് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആളുകൾ തന്നെ വേണം, ഈ കാണികൾ തന്നെ വേണം ഇവിടെ ഈ പരിപാടി ശ്രമിക്കാൻ വേണ്ടി നിൽക്കാൻ. അത്തരമൊരു മുന്നറിയിപ്പ് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും പൊതുസമ്മേളനം തുടങ്ങുകയാണ്. ഈ പരിപാടിക്ക് ശേഷമായിരിക്കും വേടന്റെ പരിപാടി, റാപ്പ് ഷോ ഇവിടെ തുടങ്ങുക. 29-ാം തീയതിയായിരുന്നു വേടൻ്റെ പരിപാടി സർക്കാർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കഞ്ചാവുമായി പിടിയിലാവുകയും മാലയിലെ ലോക്കറ്റ് പുലിപ്പല്ലാണ് എന്നാരോപിച്ചുകൊണ്ട് വനംവകുപ്പ് കേസെടുക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ആ പരിപാടി റദ്ദാക്കുകയായിരുന്നു. കേസിൽ വേടനെ വനംവകുപ്പ് വേട്ടയാടുകയാണ് എന്നാരോപിച്ചുണ്ടായ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ, താൻ തെറ്റ് തിരുത്തും, തനിക്കൊരു തെറ്റുപറ്റി, അത് തിരുത്തി താൻ മുന്നോട്ട് പോകും എന്ന വേടൻ്റെ പ്രതികരണം, ഇതിനൊക്കെ പിന്നാലെ സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് വേടൻ വീണ്ടും ഇടം പിടിക്കുകയായിരുന്നു. ഇന്നെന്തായാലും 1 മണിക്കൂറിനകം, നേരത്തെ 7 മണിക്കാണ് പരിപാടി എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഏതാണ്ട് 1 മണിക്കൂറിനകം ആ പരിപാടി അവിടെ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേർ ആ പരിപാടി കാണാൻ എത്തിയിട്ടുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.